ഇതുപോലുള്ള എക്സ്പെൻസീവ് ലുക്ക് വരുന്ന ബോസൊക്കെ നമ്മളിങ്ങനെ കടയിലൊക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അത് സിമ്പിളായിട്ട് നമുക്ക് വീട്ടിലൊരു 2 സ്റ്റെപ്പിൽ ചെയ്തെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പോൾ അതിന് വേണ്ട സാമഗ്രികൾ നോക്കാം. അതാണ് ഇപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ. ഒരു സിസേഴ്സ് വേണം, പിന്നെ നമുക്കൊരു ഗ്ലൂ ഗൺ വേണം, നീഡിലും ത്രെഡും വേണം, ഇതുപോലുള്ള എലിഗേറ്റർ ക്ലിപ്പ് അല്ലെങ്കിൽ സാധാ ടിക്കില്ലേ അതും മതി. അപ്പോൾ നമുക്കിനി ക്ലോത്തിൻ്റെ കാര്യത്തിലേക്ക് കടക്കാം. ഞാൻ ഈ സെൻറ്ററിൽ ചുറ്റാനായിട്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ക്ലോത്താണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഇതുപോലൊരു മിൻ ഗ്രീൻ വരുന്ന ഒരു എന്താ പറയുക, അത്യാവശ്യം ഒരു നീളത്തിൽ റെക്റ്റാങ്കിൾ ടൈപ്പിൽ ഒരു മെറ്റീരിയലും എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതുപോലുള്ള ട്രയാങ്കിൾ ഷേപ്പിലും എടുത്തിട്ടുണ്ട്. ഇതാ ഇങ്ങനെ. അപ്പോൾ ഈ ഒരു ട്രയാങ്കിൾ അത്യാവശ്യം വലുപ്പത്തിൽ എടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം കേട്ടോ. ഫസ്റ്റ് ട്രൈ ആക്കുമ്പോൾ ചെറുതൊക്കെ എടുത്താൽ മതി. അപ്പോൾ ഇതാ ഞാൻ ചെയ്ത മാതിരി ഇങ്ങനെ ചുരുക്കിയിട്ടിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്യലൊന്ന് നൂലുകൊണ്ട് ഇങ്ങനെ തുന്നി കൊടുത്തിട്ട് ഞാൻ അങ്ങനെ കയറ്റി വെച്ചത് മാതിരി നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഒരു നീഡിൽ അങ്ങനെ കയറ്റി വെക്കുക. പിന്നെ നമ്മൾ ആ റെക്റ്റാങ്കിളെടുത്ത തുണി എടുത്തിട്ട് ഇങ്ങനെ, ഞാൻ ഓർഗാൻസ മെറ്റീരിയലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ ചെയ്തിട്ട് റിബണിൻ്റെ മോഡലാക്കിയിട്ട് ഇതുപോലെ കയറ്റി വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ സെൻറ്ററിലേക്ക് വേറൊരു പീസാണ് യൂസ് ചെയ്യുന്നത്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ഇതേ ഈ ഒരു ഓർഗാൻസ മെറ്റീരിയൽ തന്നെ എടുക്കുക. അത് രസമാണ്. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ചെയ്യാം. അപ്പോൾ നമ്മളിങ്ങനെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഒരു ബട്ടർഫ്ലൈ ലുക്കിൽ വന്നിട്ടുണ്ട്. ഇനി ഈ ഒരു ചെറിയൊരു പീസ് ഉണ്ടല്ലോ, അത് അത്യാവശ്യം 4 മടക്കായിട്ട് മടക്കി ഇതുപോലെ ഗ്ലൂ ഗണ്ണോ അല്ലെങ്കിൽ മെറ്റീരിയൽ ഒട്ടിക്കുന്ന കുറേ തരം എന്താ പറയുക ഗൺസ് നമുക്ക് അവൈലബിൾ ആണ്. അതൊക്കെ യൂസ് ചെയ്തുകൊണ്ട് ഇങ്ങനെ ഒട്ടിച്ചെടുക്കാം. ഗ്ലൂ ഗണ്ണിനെക്കാട്ടും നല്ല കുറേ ഗമ്മൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഇതാ ഞാൻ ആ ഒരു എലിഗേറ്റർ ക്ലിപ്പ് എടുത്തിട്ട് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ അതിൻ്റെ ഇടയിൽ കൂടെ ഇതുമാതിരിയുള്ള നമ്മുടെ ഈ ഒരു സെൻറ്ററിൽ കൊടുക്കുന്ന ഈ ഒരു പീസ് ഇങ്ങനെ വെച്ച് സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആഫ്റ്റർ ദാറ്റ് ഞാൻ കുറച്ച് ഷേപ്പൊക്കെ ചെയ്ത് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. സിമ്പിളാണ് ഉണ്ടാക്കിയെടുക്കുക. പറ്റുന്നവരൊക്കെ ട്രൈ ആക്കുക. അതുപോലെ തന്നെ ഇതുപോലത്തെ ക്രാഫ്റ്റൊക്കെ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ആക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. ടാറ്റാ.